ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL താരലേലത്തിന് ശേഷം നമ്മൾ ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് 2 ടീമുകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നായ ലക്നൗ സൂപ്പർ ജയൻസിനെ പറ്റിയിട്ടുള്ള അവലോകനമാണ് ഇന്ന് എന്നുള്ളതാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആകെ 3 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു ടീം IPL തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2022, 23, 24 ഈ 3 സീസണിലാണ് അവർ IPL മാറ്റുരച്ചിരിക്കുന്നത്. അതിൽ 2022ലും 23ലും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിന് സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ 2024 അവരുടെ പ്രകടനം അത്രയ്ക്ക് ആശാവഹമായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടീമിനെ ഉടച്ചു വാർക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും അവരുടെ ക്യാപ്റ്റനായിരുന്ന KL രാഹുലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരുവാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. LSGയുടെ ഈ ഒരു ചരിത്രത്തിനൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് LSGയുടെ ഓണർമാർ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന വളരെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് ഇന്ത്യയിലെ. ഇതിനു മുമ്പും അവർ IPL ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ രാജസ്ഥാൻ റോയൽസിനെയും IPL നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2 വർഷത്തോളം അവർ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നില്ല. ആ സമയത്ത് പൂനെ സൂപ്പർ ജയൻസ് എന്ന പേരിലുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ആ പൂനെ സൂപ്പർ ജയൻസിന്റെ ഓണർ ആയിരുന്നതും ഇതേ സഞ്ജീവ് ഗോയങ്ക തന്നെയായിരുന്നു. അന്ന് MS ധോണി അടക്കമുള്ള മഹാരഥന്മാരായ കളിക്കാർ ആ ടീമിലുണ്ടായിരുന്നു. അന്ന് ചെറിയ പ്രശ്നങ്ങൾ MS ധോണിയുമായിട്ട് ഉണ്ടാവുകയും അദ്ദേഹം ആദ്യ വർഷം MS ധോണിയാണ് ആ ടീമിനെ ക്യാപ്റ്റൻ ചെയ്തതെങ്കിൽ 2ാമത്തെ വർഷം അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് സ്റ്റീവ് സ്മിത്തിനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്ന് ആരാധകർക്കിടയിൽ ഈ സഞ്ജീവ് ഗോയങ്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു IPL സീസണിൽ 2024 KL രാഹുലിനെതിരെ, അതായത് KL രാഹുൽ ഒരു മത്സരത്തിന് ശേഷം ഈ സഞ്ജീവ് ഗോയങ്കയും KL രാഹുലും തമ്മിലുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നില്ല അതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അന്ന് പറഞ്ഞ് സോൾവ് ചെയ്തെങ്കിലും രണ്ടുപേരും വഴി പിരിയാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. KL രാഹുൽ അങ്ങനെ തന്നെ ഓപ്ഷനിലേക്ക് പോവുകയും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിലേക്ക് വരുന്ന സമയത്ത് 2025ലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എക്സലന്റ് ആയിട്ടുള്ള ഒരു പിക്കിനെ ആവശ്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീമിനെ ക്യാപ്റ്റൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കാനും അവർക്കൊരു നല്ല ഫേസ് ഉണ്ടാക്കി കൊടുക്കാനും ഒരു താരത്തിനെ അവർക്ക് ആവശ്യമായിരുന്നു. അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ അല്ലെങ്കിൽ അവരുടെ തിങ്ക് ടാങ്കിൽ സഹീർ ഖാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ മുൻ കോച്ചായിട്ടുള്ള ജസ്റ്റിൻ ലാംഗറും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അവർ കളിക്കുന്ന ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ലക്നൌവിലെ ഏക്നാ സ്റ്റേഡിയമാണ് അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് അറിയപ്പെടുന്നത്. 7 മാച്ചുകൾ കളിക്കുന്നത് ഈ ലക്നൌവിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്നൌവിനെ പറ്റി പറയുമ്പോഴും എനിക്ക് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബിന്റെ ഒരു പുതിയ ഗ്രൗണ്ടായിട്ടുള്ള മുലൻപൂരിനെ പറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഏക്നാ സ്റ്റേഡിയത്തിൽ ഒരുപാട് മത്സരങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പിച്ച് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് സ്ലോവർ സൈഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വർഷം എങ്ങനെയാണ് പിച്ച് ബിഹേവ് ചെയ്യുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥിരമായിട്ട് മത്സരങ്ങൾ നടക്കുന്ന വെന്യൂസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കേരളത്തിലുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആ വെന്യൂവിലെ പിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു മത്സരത്തിന് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെപ്പറ്റി ആ സമയത്ത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ മുംബൈയിലെയോ കൽക്കട്ടയിലെയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെയോ വെന്യൂവിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ പിച്ചിന്റെ കണ്ടീഷൻസ് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏക്നാ സ്റ്റേഡിയത്തിലെ കഴിഞ്ഞ വർഷത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഈ വർഷത്തെ അവരുടെ ഒരു ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രമുഖ താരങ്ങളെ കുറച്ചുപേരെ അവർ റീറ്റെയിൻ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖ താരം എന്ന് പറയുന്നത് നിക്കലസ് പുരൻ എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഡാഷിംഗ് മിഡിൽ ഓർഡർ ബാറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അൺക്യാപ്ഡ് താരമായിട്ടുള്ള ആയുഷ് ബദോനിയാണ്. അതിനുശേഷം അവർ അവരുടെ പൈസ മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടിയിട്ട് സ്പിന്നർമാർക്ക് വേണ്ടിയിട്ടാണ്. ഫാസ്റ്റ് ബോളർമാർ എന്നത് 2 ഫാസ്റ്റ് ബോളർമാരെ അവർ നിലനിർത്തിയിരുന്നു. ഒന്ന് ഇന്ത്യയുടെ പുതിയ സെൻസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ 150 കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന മായങ്ക് യാദവാണ് ഒരാൾ. മറ്റൊരാൾ എന്ന് പറയുന്നത് മോസിൻ ഖാൻ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറാണ്. പിന്നെ ഒപ്പം തന്നെ നല്ലൊരു സ്പിന്നറായിട്ടുള്ള രവി ബിഷ്ണോയിനെ നിലനിർത്താനും അവർക്ക് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പേഴ്സുമായിട്ടാണ് അവർ ഓപ്ഷനിലേക്ക് പോയത്. ഓപ്ഷനിൽ പോകുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ബിഡിങ്ങിലേക്ക് അവർ പലപ്പോഴും പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ആ ബിഡിങ്ങിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഋഷഭ് പന്തിനെ അവരുടെ കൂടാരത്തിൽ എത്തിച്ചപ്പോഴാണ്. ഋഷഭ് പന്ത് പഞ്ചാബ് കിങ്സിലേക്ക് പോകും, അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ ഭാഗമാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ പേഴ്സുള്ള ടീമുകൾ അതൊക്കെ ആയിരുന്നല്ലോ. ഒരിക്കൽ പോലും LSGയുടെ പേര് ആരും പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ LSG ഈ ഒരു ഓപ്ഷൻ ടേബിളിൽ കാത്തുവെച്ചിരുന്ന ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം 20.75 കോടിക്ക് 20 കോടി 75 ലക്ഷം രൂപയ്ക്കാണ് അവർ അവസാനമായി ബിഡ് ചെയ്തത് LSG. ആ സമയത്ത്
അത് ലേലം ഈ LSG വേണ്ടി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത് RTM ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഡൽഹിയോട് ചോദിച്ചത്. ഡൽഹി RTM ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഒറ്റ അടിക്ക് ഈ സഞ്ജീവ് ഗോയങ്ക 27 കോടി എന്ന് പറയുന്ന ഒരു വലിയ തുകയ്ക്ക് ഋഷഭ് പന്തിനെ സ്വന്തമാക്കുകയായിരുന്നു. അതായത് DC-ക്ക് വീണ്ടും ഒരു ചാൻസ് പോലും കൊടുക്കാതെ 27 ക്രോർസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് IPL-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് പോലും കൊടുക്കാതെയാണ് ഋഷഭ് പന്തിനെ അവർ സ്വന്തമാക്കിയതെന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പലപ്പോഴും ഈ ഓപ്ഷൻ ഡൈനാമിക്സിൽ ഇത്ര വലിയ തുകയ്ക്ക് എനിക്ക് തോന്നുന്നു 69 കോടിയും കണ്ടാണ് അവരുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് ആകെ. അതിൽ 27 കോടി ഒരു താരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടോട്ടൽ ടീം തന്നെ നമുക്കൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പിന്നെ സാധിക്കുമെന്നൊരു തോന്നൽ വരാം. അത് മാത്രമല്ല ഒരു വർഷം ഒരു IPL ടീം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200-250 കോടിയാണ്. കാരണം 120 കോടി ഇതുപോലെ പ്ലെയേഴ്സിന് സാലറി ആയിട്ട് കൊടുക്കണം, പ്ലസ് അവരുടെ മറ്റുള്ള ലോജിസ്റ്റിക്സും മറ്റുള്ള ട്രാവലിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ സപ്പോർട്ട് സ്റ്റാഫിന് കൊടുക്കുന്ന പൈസ, കോച്ചസിന് കൊടുക്കുക, എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ പറയുന്ന ഒരു 200-250 കോടി രൂപയായിരിക്കും. പക്ഷെ ഓരോ വർഷവും IPL-ൽ നിന്ന് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാഭം എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ലാഭവിഹിതമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. IPL-ന്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷം ഒരു ടീമിന് മിനിമം 500 കോടിയെങ്കിലും ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കിട്ടുന്ന ഒരു പൈസയുടെ ഒരു വിഹിതം എന്നുള്ള രീതിയിൽ 500 കോടിയെങ്കിലും ഒരു ടീമിന് BCCI കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ എത്രയാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 250 അല്ലെങ്കിൽ 200 കോടിയാണ്. 500 കോടി അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അത് കൂടാതെയാണ് സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. BCCIയുടെ ടൈറ്റിൽ സ്പോൺസർമാരും മറ്റുള്ള സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് കൂടാതെ LSG പോലെയുള്ള ടീമുകൾ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീമുകൾ അവർ പിടിക്കുന്ന സ്പോൺസർമാർ, ഇതെല്ലാം വരുമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ മെർച്ചൻഡൈസ് എന്ന് പറയും, അവരുടെ ടീഷർട്ട്, ക്യാപ്പ്, ഇതെല്ലാം വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അവർ ചെലവാക്കുന്ന ഓരോ വർഷം ചെലവാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് 20 കോടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ IPL-ന്റെ പ്രൈസ് മണി, അതായത് ജയിച്ചാൽ കിട്ടുന്നത് അത്രയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജയിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ വലിയ പൈസ കൊടുത്ത് വലിയ താരങ്ങളെ സ്വന്തമാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരാം. അവിടെയാണ് ഋഷഭ് പന്ത് ഈ ടീമിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഋഷഭ് പന്ത് വരുമ്പോൾ ഇതുവരെ നമുക്കറിയാം അവരുടെ ഒരു മുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് KL രാഹുലായിരുന്നു. ഋഷഭ് പന്ത് എന്ന് പറയുന്നത് അടുത്ത ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ താരമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഋഷഭ് പന്തിന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും തന്നെ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഋഷഭ് പന്തിനെയും ഈ വിരാട് കോഹ്ലിയെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു കപ്പ് പോലും ജയിക്കാത്ത RCBക്ക് ഇത്ര വലിയൊരു ഫാൻ ബേസ് ഉള്ളത്? അവരൊരു കപ്പ് പോലും ഇതുവരെ ജയിച്ചിട്ടില്ല, പക്ഷെ RCBക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട്. എന്താണ് കാരണം? വിരാട് കോഹ്ലി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു കളിക്കാരൻ ആ ടീമിലുള്ളത് കൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ആരാധകർ ഈ ലോകം മുഴുവനുണ്ട്. അദ്ദേഹം ഈ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് RCBക്ക് ഇത്രയും ആരാധകരുണ്ട്. ആ ഒരു ഫേസ് ആണ് ഈ ലക്നൗ സൂപ്പർ ജയൻസിന് ഈ ഋഷഭ് പന്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. ഋഷഭ് പന്ത് വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇനിയും മിനിമം ഒരു 10 കൊല്ലമെങ്കിലും ഈ IPL-ൽ സജീവ സാന്നിധ്യമായിരിക്കും. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അത്രയും ഒരു ഫാൻ ബേസ് LSG-യുടേതായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഫാൻ ബേസ് വരുന്നത് കൊണ്ടുള്ള ഒരു ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആരാധക വൃന്ദം കൂടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സ്പോൺസർമാരെ LSG-ക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്രയും നാൾ ലഭിച്ചതിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു ഒറ്റ വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ തന്നെ അവരുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഫേസ്ബുക്കിലൊക്കെ ഉള്ള അവരുടെ ഒരു ഫോളോവേഴ്സിന്റെ എണ്ണം ഡ്രാസ്റ്റിക്കലി കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കരമായിട്ട് കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും വലിയ കൊടുത്ത് അല്ലെങ്കിൽ അത്രയും ഒരു എഫേർട്ട് എടുത്ത് ഒരു ടെൻഷൻ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി അവരുടെ ടീം കോമ്പിനേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു നല്ല കുറേ ഫോറിൻ താരങ്ങളെ നിലനിർത്താനായിട്ട്, എസ്പെഷ്യലി എല്ലാവരും ബാറ്റർമാരാണ്. അതിൽ പ്രധാനപ്പെട്ട ബാറ്റർമാരെന്ന് പറയുന്നത് എയ്ഡൻ മാർക്രാമിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മിച്ചൽ മാർഷിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 ഫയർ പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന നിക്കലസ് പൂരനെയും ഡേവിഡ് മില്ലറിനെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ ആദ്യത്തെ 6 പേരിൽ ഈ 4 പേരുണ്ട് എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് കാണാൻ സാധിക്കും.
മാർക്രമിന്റെ ഫോം കുറച്ച് ഔട്ട് ഓഫ് ഫോം ആണെന്ന് നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ 4 പേരാണ്. ഇതിന്റെ കൂടെയാണ് ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരാൾ കൂടെ ചേരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആ ഒരു 6 പേരിലുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഉള്ളത് ആയുഷ് ബദോനിയാണ്. ഇനി കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു 6 താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 പൊസിഷനിലേക്ക് വരുമ്പോൾ 2 സ്പിന്നർമാരെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ആ സ്പിന്നർമാരെന്ന് ഒന്ന് ഷാബാസ് അഹമ്മദ് എന്ന് പറയുന്ന സ്പിന്നറാണ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്, എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇപ്പോൾ ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആയതുകൊണ്ട് ബാറ്റിംഗിന് ഡെപ്ത് കിട്ടാനായിട്ട് അദ്ദേഹം സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ നല്ല ഒരു 2020 സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പിന്നർ ആയിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞ രവി ബിഷ്ണോയിനെയും അവർ നിലനിർത്തി. അപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഫാസ്റ്റ് ബോളിംഗിലേക്ക് വരുമ്പോഴാണ് അവരുടെ കോറായിട്ടുള്ള എല്ലാ ഫാസ്റ്റ് ബോളർമാരെയും നമ്മൾ നോക്കി എല്ലാവരും തന്നെ ഇന്ത്യൻ താരങ്ങളാണെന്ന് കാണാൻ സാധിക്കും. അതിൽ അവേഷ് ഖാനെയും മോസിൻ ഖാനെയും നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ സെൻസേഷൻ എന്നറിയപ്പെടുന്ന മായങ്ക് യാദവിനെ നിലനിർത്തിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ആകാശ് ദീപിനെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു താരനിര എന്ന് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ ഒരു 11 എങ്ങനെയായിരിക്കും എന്നൊക്കെ കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രാമും ആയിരിക്കും. കാരണം ഓപ്പണിംഗിൽ അവർക്കൊരു നല്ല ഒരു താരമില്ല എന്നുള്ളതാണ്. പുറത്ത് കുറെ ഇന്ത്യൻ താരങ്ങളുണ്ട്, പക്ഷെ അവരൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അർഷിൻ കുൽക്കർണി എന്ന് പറയുന്ന ഇന്ത്യയുടെ അണ്ടർ-19 താരം, അദ്ദേഹം ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബാറ്ററാണ്. അതുപോലെ തന്നെ യുവരാജ് ചൗധരി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഉണ്ട്, അദ്ദേഹവും നല്ലൊരു ബാറ്ററാണ്. ഇപ്പൊ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ട്. പക്ഷേ ഇനീഷ്യലി എനിക്ക് തോന്നുന്നത് ഈ 2 പേരെ വെച്ചിട്ടായിരിക്കും അവർ തുടങ്ങാൻ പോകുന്നത്. എയ്ഡൻ മാർക്രാം അതുപോലെ തന്നെ മിച്ചൽ മാർഷിനെയും ആ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ഡൗൺ പൊസിഷനിൽ ഋഷഭ് പന്ത് ആണെങ്കിൽ 2 ഡൗൺ പൊസിഷനിൽ പിന്നീട് വരുന്നത് നിക്കലസ് പൂരണോ അല്ലെങ്കിൽ ഡേവിഡ് മില്ലറോ ആയിരിക്കും. പിന്നെ ആയുഷ് ബദോനി അതിന്റെ ഇടയിൽ വരുമെന്നുള്ളതാണ്. ഇങ്ങനെയാണ് അവരുടെ ഒരു കോമ്പിനേഷൻ വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സ്പിന്നർമാർ 2 പേരും നല്ലതാണെന്ന് നമുക്കറിയാം. പേസർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും പേസ് നിർത്തിയിരിക്കുന്നത് എല്ലാവരെയും ഇന്ത്യൻ പേസർമാരെയാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ഏകദേശം ഒരു 12 പേരുണ്ട്. ഫാസ്റ്റ് ബോളർമാരുടെ പേര് 4 പേരുടെ പേര് പറഞ്ഞു. അവേഷ് ഖാൻ, മോസിൻ ഖാൻ, ആകാശ് ദീപ്, അതുപോലെ തന്നെ മായങ്ക് യാദവ്, 4 പേരുടെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാളെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. മറ്റൊരു താരം എന്ന് പറയുന്നത് ആയുഷ് ബദോനിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന താരം എന്ന് പറയുന്നത് അബ്ദുൾ സമദ് ആണ്. അബ്ദുൾ സമദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്ററെ അവർ ഈ ടീമിൽ നിലനിർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഫോറിനേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫോറിനർ എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഷമാർ ജോസഫിനെ നിലനിർത്തിയിട്ടുണ്ട്. ഷമാർ ജോസഫ് ബേസിക്കലി ഒരു നല്ല ടെസ്റ്റിൽ നല്ല എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിനിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയും വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയെ ബ്രിസ്ബെയിനിൽ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ അല്ലെങ്കിൽ ആ മത്സരത്തിൽ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു താരം എന്ന് പറയുന്നത് ഷമാർ ജോസഫ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഫയർ പവർ അല്ലെങ്കിൽ അവരുടെ ഒരു ബോളിംഗ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എനിക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ മിഡിൽ ഓർഡറിലുള്ള 2 ബാറ്റർമാർ അല്ലെങ്കിൽ 3 ബാറ്റർമാർ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് എന്ന് പറയാതിരിക്കാനുള്ള ഋഷഭ് പന്ത്, അതുപോലെ തന്നെ നിക്കലസ് പൂരൻ, പിന്നെ ഡേവിഡ് മില്ലർ. ഈ 3 പേരും ടോപ്പ് ക്ലാസ്, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 2020 സ്പെഷ്യലിസ്റ്റുകളാണ് എന്നുള്ളത് അത്രത്തോളം ഒരു ഡെപ്ത് അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ടോപ്പ് ക്ലാസ് ആണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രാമും ആയുഷ് ബദോനിയാണ് റൈറ്റ് ഹാൻഡർമാരായിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഋഷഭ് പന്ത് ആയിക്കോട്ടെ, ഡേവിഡ് മില്ലർ ആയിക്കോട്ടെ, നിക്കലസ് പൂരൻ എല്ലാവരും ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു മിക്സ് ആണ് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് അവരുടെ ഒരു വീക്ക്നെസ്സിലേക്ക് പോവുകയാണ്. എന്താണ് ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് നമ്മൾ പറഞ്ഞു, വീക്ക്നെസ്സിലേക്ക് പോവുകയാണെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇഞ്ചുറി ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മിച്ചൽ മാർഷിനെ നമുക്കറിയാം എല്ലാ വർഷവും IPL വന്നിട്ട് മുഴുമിപ്പിക്കാതെ തിരിച്ചു പോകുന്ന ഒരു താരമാണ് മിച്ചൽ മാർഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിച്ചൽ മാർഷിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളിക്കാതിരിക്കുകയാണെങ്കിൽ ആരെ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഈ യങ്സ്റ്ററെ, ഞാൻ പറഞ്ഞ ഒരു യങ്സ്റ്ററെ ആര്യൻ ജുയൽ എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പർ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൽ ആരെങ്കിലും ഒരാളെയൊക്കെ അവർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഞ്ചുറിയുടെ പിടിയിലുള്ള 2 താരങ്ങൾ, 2 ഫാസ്റ്റ് ബോളർമാരോ, ഒന്ന് മായങ്ക് യാദവാണ്. ഇത്ര നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് മത്സരങ്ങളിൽ അടുപ്പിച്ച് കളിക്കുന്നത് നമ്മൾ കാണാറേയില്ല. എപ്പോഴും ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ മോസിൻ ഖാനും ആ ഒരു രീതിയിൽപ്പെട്ട ബൗളറാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരുപാട് പ്ലെയേഴ്സ് ടീമിലുണ്ട്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ 3 താരങ്ങളാണ്. ഒന്ന് മിച്ചൽ മാർഷ്, പിന്നെ ഒന്ന് മോസിൻ ഖാൻ, മറ്റൊന്ന് മായങ്ക് യാദവ്. ഈ 3 പേരും ഇഞ്ചുറി കൺസേൺ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബൗളറെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അത് ഷമർ ജോസഫാണ്. ഷമർ ജോസഫിനെ കൊണ്ടുവന്നാലും ഷമർ ജോസഫ്
ഓഫ് 2020 ക്രിക്കറ്റിൽ ഒരു വലിയ എക്സലന്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമൊന്നും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അതല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശ്ദീപ്, അവേഷ് ഖാനും ഒക്കെ എത്രത്തോളം വൈറ്റ് ബോളിൽ നന്നായിട്ട് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആകാശ്ദീപിനെ നമ്മൾ ഒട്ടും തന്നെ വൈറ്റ് ബോൾ അധികം കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം ടെസ്റ്റിൽ സൂപ്പറായിട്ട് എറിയുന്ന ബോളറാണ്, പക്ഷേ വൈറ്റ് ബോളിൽ എങ്ങനെ എറിയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഡെത്ത് ഓവേഴ്സിലേക്ക് വരുന്ന സമയത്ത് മായങ്ക് യാദവ് അവിടെ ഇല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് ഇതിൽ ആരൊക്കെയാണ് സാധിക്കുക എന്നുള്ളത്. മൂസിൻ ഖാൻ നന്നായിട്ട് എറിയുന്ന ഒരു ബോളറാണ്, നന്നായിട്ട് മൂവ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോൾ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കപ്പ് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള താരങ്ങൾ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന താരങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന താരങ്ങളുണ്ട് എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം പല താരങ്ങളും ഇതുപോലെയുള്ള IPL മത്സരങ്ങളിലാണ് ഉദയം ചെയ്യുന്നതെന്നും ഞാൻ മറക്കുന്നില്ല. ഏതായാലും ലക്നൗ സൂപ്പർ ജയൻസിനെ പറ്റി പറഞ്ഞതുപോലെ ലക്നൗ സൂപ്പർ ജയൻസ് നമുക്കറിയാം ഇപ്പോൾ പല ടീമുകളിലും പല താരങ്ങൾ വരുമ്പോഴാണ് ആ ടീമിന് ആരാധകർ കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഈ 27 കോടിയുടെ പിക്കായിട്ടുള്ള ഋഷഭ് പന്ത് ആ ടീമിൽ വന്നതോടുകൂടി ഈ വർഷം ഈ ലക്നൗ സൂപ്പർ ജയൻസിന് ഒരുപാട് ആരാധകർ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഋഷഭ് പന്തിന് ഇതുവരെ ഒരു IPL കിരീടം നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അത് ഈ വർഷമെങ്കിലും സാധിക്കട്ടെ. അദ്ദേഹം ക്യാപ്റ്റനായി LSGക്ക് ഈ വർഷം IPL കിരീടം ഉയർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.